Hi all, welcome to TOS Academy. സെറ്റ് സുവോളജി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും അല്ലെ. ഈ ഒരു വീഡിയോയില് സെറ്റ് എക്സാമിന് ആ ഒരു പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതെല്ലാ ചോദ്യങ്ങളും തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എക്സാമിന് പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രമല്ല, ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ: ട്രിപ്സിനോജൻ is a zymogen. It is converted into trypsin by. സൈമോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. ദാറ്റ് മീൻസ് ട്രിപ്സിനോജൻ, സൈമോജൻ മീൻസ് ട്രിപ്സിനോജൻ ഒരു ഇനാക്റ്റീവ് എൻസൈം ആണ്. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ആണ്, അതിനെ ആക്റ്റീവ് ആക്കി മാറ്റണം. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ട്രിപ്സിൻ. ട്രിപ്സിൻ ആണ് ട്രിപ്സിനോജന്റെ ആക്റ്റീവ് ഫോം. ട്രിപ്സിൻ ആക്കി മാറ്റുന്നത് ഏത് എൻസൈം ആണ്, അതാണ് ചോദ്യം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, എൻഡോകൈനേസ് ഉണ്ട്, കൈമോട്രിപ്സിൻ ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി. ഇവിടെ നോക്കുക, ഡയഗ്രാം നോക്കുക. ഇത് ട്രിപ്സിനോജൻ, അത് പാൻക്രിയാറ്റിക് ട്രിപ്സിനോജൻ ആണ്. ഇറ്റ്സ് ഇനാക്റ്റീവ്. ഇനാക്റ്റീവിനെ ആക്റ്റീവ് ഫോം ആക്കി മാറ്റുന്നത് ആരാണ്? ഇറ്റ് ഈസ് എൻഡോകൈനേസ്. എൻഡോകൈനേസ് ആണ് ട്രിപ്സിനോജനെ ആക്റ്റീവ് ട്രിപ്സിൻ ആക്കി മാറ്റുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇവിടുത്തെ ശരിയുത്തരം എൻഡോകൈനേസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കുക. ഇത് പാൻക്രിയാറ്റിക് എൻസൈം ആണ്. അതേപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ വരുന്നത് ഏതാണ്, ഗ്യാസ്ട്രിക് ജ്യൂസിൽ വരുന്നത് ഏതാണ്, സലൈവയിൽ വരുന്നത് ഏതാണ്, ആൻഡ് വെദർ ഇത് എന്തിന് ഡൈജഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് ഫോർ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഓർ ലിപ്പിഡ്. അങ്ങനെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഓരോ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കിപ്പോവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം എക്കോളജിയിൽ നിന്ന് വരുന്നതാണ്. And the question is the CITES. That means the Convention on, and full form ആണ് Convention on International Trade on Endangered Species of Wild Fauna and Flora came into force on. CITESന്റെ ഫുൾ ഫോമും മറ്റൊരു ചോദ്യമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതില് ഇയേഴ്സ് കൊടുത്തിരിക്കുന്നത് 1st March 1973, 10th July 1977, 10th March 1979, 1st July 1975. Here the right answer is CITES. It came into force on 1st July 1975 is the right answer. അടുത്ത ചോദ്യം നോക്കാം. Identify the correct statements about chaperones. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. Chaperones are phospholipids that facilitate correct folding of protein, and they are known as heat shock proteins. അടുത്തത്, they involve in insertion of proteins into lipid bilayer of membranes, and finally they bind to exposed hydrophobic patches on proteins to prevent them from aggregation. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. They are phospholipids. They facilitate correct folding of protein. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്രോൺസ് എന്ന് പറയുന്ന ഫോസ്ഫോലിപ്പിഡ്സ് അല്ല, പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫോസ്ഫോലിപ്പിഡ്സ് അല്ല, ബട്ട് കറക്റ്റ് ഫോൾഡിംഗ് ഓഫ് പ്രോട്ടീൻ അവരെ സഹായിക്കുന്നുണ്ട്. ആ പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ പോലും ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ തെറ്റി. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ അവിടെ റോങ് ആണ്. ദെൻ അടുത്ത നോക്കാം, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് കറക്റ്റ് ആണ്. ആൻഡ് ദേ ഇൻവോൾവ് ഇൻ ഇൻസേർഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ ടു ലിപ്പിഡ് ബൈലെയർ കറക്റ്റ്. And they bind to exposed hydrophobic patches on proteins to prevent from aggregation. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 2, 3 and 4 only. അടുത്ത ചോദ്യം എവല്യൂഷൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. സെലക്ട് ദി എപ്പോക്ക് ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ക്വാട്ടർണറി പീരിയഡ്. ഓപ്ഷൻസ് ആയിട്ട് പ്ലീസ്റ്റോസിൻ, മിയോസിൻ, ഒലിഗോസിൻ, ഇയോസിൻ വരുന്നുണ്ട്. സോ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ നിന്ന് എപ്പോഴും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വാട്ടർണറി പീരിയഡിൽ വരുന്ന എപ്പോക്ക് ഏതാണ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ക്വാട്ടർണറി പീരിയഡിൽ 2 എപ്പോക്സ് ആണ് വരുന്നത്. അതിൽ വരുന്നത് പ്ലീസ്റ്റോസീനും ഹോളോസീനും ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ ഹോളോസീൻ ഇല്ല അല്ലെ, പ്ലീസ്റ്റോസീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്ത ചോദ്യം. ആദ്യത്തെ ലിസ്റ്റില്
ഇവിടെ തന്നിരിക്കുന്ന ആനിമൽസ് പീജിയൻ, റാബിറ്റ്, സ്പേം വെയിൽ, ക്രൊക്കഡൈൽ. ലിസ്റ്റ് 2 വന്നിരിക്കുന്ന ഫോറാമൻ ഓഫ് മാൻസ, ഡയാസ്റ്റമ, പെക്ടൻ, ആംബർഗീസ്. ഇത്രയാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഇവിടെ വളരെ ഈസിയാണ്, കാരണം പീജിയൻ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനല്ല. പീജിയൻ ബേർഡ് ആണ്. ബേർഡ്സിന്റെ വിഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ഏതാണ്? പെക്ടൻ. പീജിയൻ, പെക്ടൻ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ മാച്ച് ചെയ്യാം. പക്ഷെ അപ്പോഴും ഇവിടെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസിൽ 3ലും A3 തന്നെയാണ്. സോ ഇനി നമുക്ക് ചില മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഒരെണ്ണം തന്നെ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത് നോക്കാം. റാബിറ്റ്. റാബിറ്റിന്റെ ശരി ഉത്തരം ഏതാ? റാബിറ്റ്, ഡയാസ്റ്റമ. ഇത് സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആ ടീത്തിൽ വരുന്ന സ്പേസ് ഡയാസ്റ്റമ എന്ന് പറയുന്നത്. ഇത് B2. ഓപ്ഷൻസ് നോക്കാം. B2 ഓപ്ഷൻ സിയും ഡിയും B2 ആയിട്ട് തന്നെ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. സ്പേം വെയിൽ. സ്പേം വെയിലിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആംബർഗീസ് ആണ്. ആംബർഗീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ, കാരണം സ്പേം വെയിലാണ് ഇവിടുത്തെ ഓർഗാനിസം. അപ്പൊ അതിന്റെ സ്റ്റൊമക്കില് ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് ആംബർഗീസ് എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ തിമ്മിങ്കല, ഛർദി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ന്യൂസിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആംബർഗീസ്. സോ C4 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കാം. ക്രൊക്കഡൈൽ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ക്രൊക്കഡൈൽ എന്നാണ്. ഫോറാമൻ ഓഫ് പാനിസ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഫോറാമൻ ഓഫ് പാനിസ എന്ന് പറയുമ്പോൾ ക്രൊക്കഡൈലിന്റെ ഹാർട്ടിൽ വരുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഹാർട്ടിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എയോട്ടിക് ആച്ചസ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഫോറാമൻ ഓഫ് പാനിസ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ശരി ഉത്തരമായിട്ട് പറയാവുന്ന ഏതാണ്? ഓപ്ഷൻ ഡി, A3, B2, C4, D1. The next question, the Gulf of Mannar Biosphere Reserve is located in. The Biosphere Reserves important ആണ്. ബയോഡൈവേഴ്സിറ്റി ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇതില് ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ കർണാടക, മഹാരാഷ്ട്ര, ആസാം, തമിഴ്നാടു. റൈറ്റ് ആൻസർ തമിഴ്നാടു ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട്ടിൽ വരുന്ന ബയോസ്ഫിയർ റിസർവ് ആണ്. Next question, which among the following pests is commonly known as lawn armyworm? 4 ഓപ്ഷൻസ് നോക്കാം. ഇതില് ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷൻ സാക്രോകോക്കസ് സാക്രൈ, ലെപ്റ്റോകൊറീസ അക്യൂട്ട, റിംഗോഫോറസ് പെറുജീനിയസ്, സ്പോഡോപ്റ്റീറ മൗറീഷ്യ. ഇതില് ലോൺ ആർമി വേം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്പോഡോപ്റ്റീറ മൗറീഷ്യസ് റൈറ്റ് ആൻസർ. Next question, which of the following is not a character of heterochromatin? Options നോക്കാം. First option located in the dark bands of polyethylene chromosome. Option B associated with active gene. Option C usually found in the centromeric region. And option D identifiable in at least some interphase chromosomes. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ക്യാരക്ടർ ആണ്, ഹെറ്ററോക്രോമാറ്റിന്റെ ക്യാരക്ടർ അല്ലാത്തത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ലൊക്കേറ്റഡ് ഇൻ ദി ഡാർക്ക് ബാൻഡ്സ് ഓഫ് പോളിത്തീൻ ക്രോമസോം. അപ്പൊ അത് കറക്റ്റ് ആണ്, കാരണം ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ ഹൈലി കണ്ടൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാർക്ക് ബാൻഡ്സിലായിരിക്കും അവർ വരുന്നത്. യൂക്രോമാറ്റിൻ ആയിരിക്കും ലൈറ്റ് ബാൻഡ്സ് വരുന്നത്. ദെൻ ദി ആർ അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് ജീൻ. അപ്പൊ അത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ജീൻ അവിടെ വരുന്നില്ല. ദി ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് ജീൻ. അടുത്തത് സെൻട്രോമറിക് റീജിയനിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെറ്ററോക്രോമാറ്റിൻ അവിടെ കാണാം. ഐഡന്റിഫയബിൾ ഇൻ അറ്റ്ലീസ്റ്റ് സം ഇന്റർഫേസ് ക്രോമസോം. അതും കറക്റ്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് ജീൻ ഇസ് ദ റൈറ്റ് ആൻസർ. Question, origin of replication requires DNA sequences usually rich in. Options നോക്കാം. GC bases, guanine cytosine bases, AT bases, adenine thymine bases, both A and B, and option D no particular sequence. So origin of replication requires, origin of replication എന്ന് പറയുമ്പോൾ DNA replicationന്റെ origin, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് origin of replication എന്ന് പറയുന്നത്. അപ്പൊ എപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഡബിൾ സ്ട്രാൻഡഡ് അവിടെ സ്ട്രാൻഡ്സ് ബ്രേക്ക് ആവണം അല്ലെ. ഡബിൾ സ്ട്രാൻഡഡ് അവിടെ മെൽറ്റ് ആയിട്ട് സിംഗിൾ സ്ട്രാൻഡ്സ് ആയിട്ട് ഒന്ന് സെപ്പറേറ്റഡ് ആവണം. അപ്പൊ അങ്ങനെ സെപ്പറേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ വരേണ്ട ബേസ് ഏതായിരിക്കും?
അഡെനിൻ തൈമിൻ ബേസസ് ആയിരിക്കും അവിടെ വരുന്നത്. കാരണം അവർ ഡബിൾ ബോൺസ് അല്ലേ വരുന്നത്. ഗ്വാനിൻ സൈറ്റോസിൻ ആണെങ്കിൽ അവിടെ 3 ബോൺസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഗ്വാനിൻ സൈറ്റോസിനേക്കാളും വളരെ പെട്ടെന്ന് മെൽറ്റ് ആവുന്നത് അഡെനിൻ തൈമിൻ ബേസസ് ആയിരിക്കും അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ അവിടെ കോമൺ ആയിട്ട് കാണുന്ന DNA സീക്വൻസ് എന്ന് പറയുന്നത് 80 ബേസസ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർഡിയാക് മസിൽ സെൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻസ് multinucleation, striations and intercalated disc, no mitochondria, voluntary control. കാർഡിയാക് മസിൽ സെൽസിന്റെ ഫീച്ചേഴ്സ് ഇത് നോക്കിയ ഡയഗ്രാം നോക്കിയ കാർഡിയാക് മസിൽ സെൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വരുന്ന ഒരു കാർഡിയാക് മസിൽ സെല്ലിൽ കാണുന്ന ഒരു പ്രത്യേക ഫീച്ചേഴ്സ് ആണ് ഇന്റർകാലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. നോക്കി ഇവിടെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കാണാലോ, ഇന്റർകാലേറ്റഡ് ഡിസ്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാർഡിയാക് മസിൽ സെല്ലിൽ മാത്രം കാണുന്ന ഒരു ഫീച്ചർ ആണ്. അതേപോലെ തന്നെ ദേ ഓൾസോ ഹാവ് സ്ട്രയേഷൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് ഉത്തരവായിട്ട് എഴുതാം. സ്ട്രയേഷൻസ് ആൻഡ് ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഇസ് ദി right answer. Question, the presence of which pigment in the retinal photoreceptors is primarily responsible for scotopic, that is low light vision? ഇവിടെ പിഗ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത് അയഡോസ്പിൻ, റോഡോപ്സിൻ, മെലാനിൻ, ഫോട്ടോപ്സിൻ. So the pigment which is responsible for low light vision, the right answer is rhodopsin. Option B ആണ് right answer. The question, RFLP stands for. RFLP ഇത് മോളിക്കുലാർ ബയോളജിയിൽ വരുന്ന മോളിക്കുലാർ മാർക്കേഴ്സിൽ വരുന്നതാണ്. ഓപ്ഷൻസ് RFLPയുടെ അതിന്റെ ഫുൾ ഫോം എക്സ്പാൻഷൻ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് റാൻഡം ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, ഓപ്ഷൻ സി റെപ്പറ്റേറ്റീവ് ഫ്രെയിം ലൈൻ പ്രൊജക്ഷൻ, ഓപ്ഷൻ ഡി റൈബോസോമൽ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ RFLPയിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുമൂലം അവിടെ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പേര് വന്നിരിക്കുന്നത്, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. ഇതേപോലെ തന്നെ മോളിക്കുലാർ മാർക്കേഴ്സിൽ RFLP, RAPD അങ്ങനെയുള്ള മോളിക്കുലാർ മാർക്കേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാ എക്സ്പാൻഷൻസ് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. Identify the correct statement among the following. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റാർച്ച് ഈസ് എ സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ഇൻ പ്ലാന്റ്സ്. സെക്കൻഡ്, സുക്രോസ് ഈസ് എ റെഡ്യൂസിംഗ് ഷുഗർ. തേർഡ്, റൈബോസ് ഈസ് എ പെൻഡോസ് ഷുഗർ. ഫോർത്ത് വൺ, ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആർ ഐസോമേഴ്സ്. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് ആ കറക്റ്റ് നോൺ കറക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോവാം. ഇവിടെ ആദ്യത്തെ നോക്കുക, സ്റ്റാർച്ച് ഒരു സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ആണ്, അത് കറക്റ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന സൂക്രോസ് ഈസ് എ റെഡ്യൂസിംഗ് ഷുഗർ. അപ്പൊ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സൂക്രോസ് ഒരു റെഡ്യൂസിംഗ് ഷുഗർ അല്ല, സൂക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിംഗ് ഷുഗർ. നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റൈബോസ് ഒരു പെൻഡോസ് ഷുഗർ ആണ്, ഗ്ലൂക്കോസ് ഗാലക്ടോസ് ആർ ഐസോമോസ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. സൂക്രോസ് റെഡ്യൂസിംഗ് അല്ല, ഇറ്റ് ഈസ് നോട്ട് റെഡ്യൂസിംഗ്. റെഡ്യൂസിംഗ് അല്ലാത്ത നോൺ റെഡ്യൂസിംഗ് ഷുഗർ ആണ് സൂക്രോസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 2 അവിടെ വരുന്നില്ല, 1, 3 and 4 only. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Another question, which among the following is a Hollandric trait? Hollandric trait എന്ന് പറയുന്നത് എന്താണ്? Y chromosome കൺട്രോൾ ചെയ്യുന്ന ട്രേറ്റ് ആണ്. Y chromosome എന്ന് പറയുമ്പോൾ മെയിൽസിൽ മാത്രം കാണുന്നതുമാണ് അല്ലെ. സോ Hollandric ട്രേറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ കോക്ക് ഫെദറിംഗ്, ഓപ്ഷൻ ബി ബിയർഡ് ഇൻ മാൻ, ഓപ്ഷൻ സി പാറ്റേൺ ബോൾഡ്നെസ്, ഓപ്ഷൻ ഡി ഹൈപ്പർ ട്രൈക്കോസിസ്. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹൈപ്പർ ട്രൈക്കോസിസ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അത് Y chromosome കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ്, ട്രേറ്റ് ആണ് ഹൈപ്പർ ട്രൈക്കോസിസ്. മെയിൽസിലാണ് അത് കാണുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സസീവ് ഹെയർ ഗ്രോത്ത്, ഉദാഹരണത്തിന് ഇയർ പിന്നയിലൊക്കെ അത്യാവശ്യം ഹെയർസ് ഉള്ള മെയിൽസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഈ ഹൊളാൻഡ്രിക് ട്രേറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം മൈക്രോബയോളജിയിൽ നിന്നാണ്. ഇൻ ബാച്ച് കൾച്ചർ ബാക്ടീരിയ എക്സിബിറ്റ് ഗ്രോത്ത് ഫേസസ് ഇൻ ദി ഓർഡർ. ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇറ്റ്സ് വെരി ഈസി. ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എങ്ങനെയാണ്? ഇവിടെ നോക്കാം, എക്സ് ആക്സിസ് നമ്പർ ഓഫ് ബാക്ടീരിയ
ദെൻ വൈ ആക്സസിൽ ടൈം ആണ് വരുന്നത്. അപ്പൊ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് വരുന്നത് ഇനീഷ്യലി അവിടെ ഒരു ലാഗിങ് ഫേസ് ആയിരിക്കും അല്ലെ, ഫസ്റ്റ് ഒരു ലാഗ് ഫേസ് ആയിരിക്കും, ഗ്രോത്തിന് ഒരു ടൈം എടുക്കും അഡാപ്റ്റേഷന് വേണ്ടിയിട്ട്. പിന്നീട് ഗ്രോത്ത് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ദ ലോഗ് ഫേസ്. പിന്നെ അതിനുശേഷം സ്റ്റേഷനറി ഫേസ് ആണ്, അവിടെ ഗ്രോത്ത് ഇല്ല, സ്റ്റേബിൾ ആയിട്ടായിരിക്കും പോകുന്നത്. ആൻഡ് ഫൈനലി ഡെത്ത് ഫേസ്. ഡെത്ത് ഫേസ് എന്ന് പറയുമ്പോൾ നോക്കിയ ഗ്രാഫ് താഴേക്ക് പോകുന്നു, സോ ഇറ്റ് ഈസ് ദ ഡിക്ലൈൻ. ഇവിടെ നമുക്ക് ശരി ഉത്തരമായിട്ട് ഏതാ പറയാവുന്നത്? ആദ്യത്തേതാണ് ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ആൻഡ് ഡിക്ലൈൻ. അത് തന്നെയാണ് ഡെത്ത് ഫേസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സൈറ്റോളജി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ബേസ്ഡ് ഓൺ ദി സെൽ സൈക്കിൾ, DNA synthesis take place in which phase of cell cycle? G1 ഉണ്ട്, S, G2 ആൻഡ് M. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതാണ് ഒരു സെൽ സൈക്കിളിന്റെ ഡിഫറെന്റ് ഫേസസ് എന്ന് പറയുന്നത്. ആദ്യം G1, then comes the S phase, G2 ആൻഡ് M phase. ഇതില് DNA synthesis സംഭവിക്കുന്ന ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു S ഫേസിലായിരിക്കും DNA synthesis സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി S phase. S is the right answer. ഇതേപോലെ തന്നെ ഇവിടുത്തെ ചെക്ക് പോയിന്റ്സ് നോക്കാം. ഈ സെൽ സൈക്കിളിലെ ഡിഫറെന്റ് ഫേസസിലൂടെ പോകുമ്പോൾ അവിടെ പല സ്ഥലത്തും ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അതായത് കറക്റ്റ് ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഒന്ന് G1ന്റെ എൻഡോടുകൂടി ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, DNA ഡാമേജ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് G1 സെൽ ചെക്ക് പോയിന്റ്. ദെൻ കംസ് G2യുടെ എൻഡിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, കാരണം S ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുവാണല്ലോ. അപ്പൊ അവിടെ അതായത് DNA സിന്തസിസ്, സോ കറക്റ്റ് ആയിട്ടാണോ നടന്നത് എന്നെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് G2ൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. M ഫേസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഫേസ് ആണ്, ദാറ്റ് ഇസ് മൈറ്റോസിസ് ഓർ മിയോസിസ്. അപ്പൊ ഇവിടെ നോക്കുക, അതിന്റെ സ്പിൻഡൽ അസംബ്ലി ചെക്ക് പോയിന്റ് അനാഫേസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മെറ്റാഫേസിൽ സ്പിൻഡൽ ഫൈബേഴ്സ് എല്ലാം സെൻട്രോമിയറിൽ കറക്റ്റ് ആയിട്ട് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് M ഫേസിൽ അവിടെ ഒരു ചെക്ക് പോയിന്റ് വരുന്നുണ്ട്. അതാണ് ഈ ചെക്ക് പോയിന്റ്സ് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈനോസോർസ് ബിക്കം എക്സ്റ്റിൻക്ട് ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ്. എവല്യൂഷനിൽ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. അതിലെ ഡിഫറെന്റ് പീരിയഡ്സും ഓരോ പീരിയഡ്സിലും വരുന്ന ഇവന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടുത്തെ ചോദ്യം, ഡൈനോസോർസ് ബിക്കം എക്സ്റ്റിൻക്ട് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ്. ഇത് മീസോസോയിക് എറയിലാണ് വരുന്നത്. എറ മീസോസോയിക്കിൽ 3 പീരിയഡ്സ് വരുന്നുണ്ട്, ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. ക്രെറ്റേഷ്യസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പീരിയഡ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡർ ഇങ്ങനെയാണ്, ട്രയാസിക് ആണ് ആദ്യം വരുന്നത്, ദെൻ ജുറാസിക്, ദെൻ ക്രെറ്റേഷ്യസ്. ക്രെറ്റേഷ്യസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പീരിയഡ് മീസോസോയിക്കില്. ഇതില് ഡൈനോസോർസ് ബിക്കം എക്സ്റ്റിൻക്ട് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ്. അപ്പൊ ഒരു കാര്യം എല്ലാവർക്കും അറിയാലോ, ഡൈനോസോർസ് ഡോമിനന്റ് ആയിട്ടുള്ളത് ഏത് പീരിയഡിലാണ്? തീർച്ചയായിട്ടും അത് ജുറാസിക് ആണ്. ജുറാസിക് പീരിയഡിലാണ് ഡൈനോസോർസ് ഡോമിനന്റ് ആയത്, അതായത് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത്. അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരിയഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡൈനോസോർസ് ആദ്യം ഫോം ചെയ്തത് ഏത് പീരിയഡിലായിരിക്കും? അത് ട്രയാസിക്കിലായിരിക്കും ഫസ്റ്റ് ഫോം ചെയ്തത്. ഡൈനോസോർസ് എക്സ്റ്റിൻക്ട് ആയിട്ടുള്ളത് ഏത് പീരിയഡിലായിരിക്കും? ക്രെറ്റേഷ്യസിൽ എക്സ്റ്റിൻക്ട് ആയി. അപ്പൊ ഡോമിനേറ്റ് ചെയ്ത പീരിയഡ് ആണ് ജുറാസിക് എന്ന് പറയുന്നത്. അപ്പൊ ഫോം ചെയ്തത് ആദ്യമായിട്ട് അവരുണ്ടായത് ട്രയാസിക്കിലാണ്, ജുറാസിക്കിൽ ഡോമിനന്റ് ആയി, ക്രെറ്റേഷ്യസിൽ എക്സ്റ്റിൻക്ട് ആയി. എറ ഏതാണ്? മീസോസോയിക്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പീരിയഡ്സും എറാസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ ഇവന്റ്സ് ഒക്കെ, പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഡൈനോസോർസ് ബിക്കം എക്സ്റ്റിൻക്ട് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ്. ഏത് പീരിയഡിലാണ്? മീസോസോയിക് എറയില്, ക്രെറ്റേഷ്യസ് പീരിയഡില്. സോ ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്രെറ്റേഷ്യസ് ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, C4 epimer of D-glucose is. ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തില് ഡീഗ്ലൂക്കോസിന്റെ C4 എപ്പിമർ എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് ഡീഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഡയഗ്രാം നോക്കുക, ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ അതിന്റെ Hന്റെയും OHന്റെയും എല്ലാം ഓറിയന്റേഷൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇവിടെ ഡി മാനോസും ഡി ഗാലക്ടോസും കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറും മാനോസും ഗാലക്ടോസും തമ്മിൽ കമ്പയർ ചെയ്യുക, അവിടെ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസം നോക്കുക. അപ്പൊ ഇവിടുത്തെ നമ്പറിംഗ് ഓർത്തിരിക്കുക, കാർബണിന്റെ നമ്പറിംഗ് ആണ് ഇവിടെ 1 2 3 4
5 അതേപോലെ തന്നെ 6 അല്ലെ, ടോട്ടൽ 6 കാർബൺസ് വരുന്നുണ്ട് ഗ്ലൂക്കോസിൽ. മാനോസിൽ നോക്കുക, മാനോസിൽ ഏത് പൊസിഷനിലാണ് ഓറിയന്റേഷനിൽ വ്യത്യാസം വരുന്നതെന്ന് നോക്കുക. മാനോസിൽ ഏത് പൊസിഷനാണ്? സെക്കൻഡ് പൊസിഷനിലല്ലേ വ്യത്യാസം വരുന്നത്. എച്ചിന്റെയും ഒ എച്ചിന്റെയും ഓറിയന്റേഷൻ വ്യത്യാസം നോക്കാം. സെക്കൻഡ് പൊസിഷനിലാണ്, ബാക്കിയെല്ലാം സെയിം ആണ് വരുന്നത്. അതേപോലെ തന്നെ ഗാലക്ടോസ് നോക്കുക. ഗാലക്ടോസിൽ ഗ്ലൂക്കോസിനോട് കമ്പയർ ചെയ്യുക. ഗ്ലൂക്കോസിനോട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഓറിയന്റേഷനിൽ വ്യത്യാസം വരുന്നത് ഏത് പൊസിഷനാണ്? 4ാമത്തെ പൊസിഷനിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ ഡി ഗ്ലൂക്കോസിന്റെ C4 എപ്പിമർ എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? ഗാലക്ടോസ് ആണ്. ബിക്കോസ് അവിടെ ഓറിയന്റേഷനിൽ വ്യത്യാസം വരുന്നത് 4ാമത്തെ പൊസിഷനിലാണ്. സോ ഗാലക്ടോസ് ഈസ് ദി C4 എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ്. സോ the right answer is option D, ഗാലക്ടോസ്. അപ്പൊ ഈ ചോദ്യം തന്നെ വേറെ തിരിച്ചും വരാം. ഇൻസ്റ്റെഡ് ഓഫ് C4 എപ്പിമർ, ഇപ്പൊ അവിടെ ചോദ്യം C2 ആണെന്ന് വിചാരിക്കാം. C2 എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ്. അങ്ങനെയായിരുന്നു ചോദ്യം വന്നിരുന്നെങ്കിൽ ഉത്തരം ഏത് വന്നേനെ? ഇൻസ്റ്റെഡ് ഓഫ് ഗാലക്ടോസ്. ദ റൈറ്റ് ആൻസർ വിൽ ബി മാനോസ്. കാരണം മാനോസിന്റെ സ്ട്രക്ചറിൽ 2ാമത്തെ പൊസിഷനിലാണ് അവിടെ ഓറിയന്റേഷൻ വ്യത്യാസം വരുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, ഗാലക്ടോസ് എന്ന് പറയുമ്പോൾ അവിടെ 4 ആണ്. മാനോസ് എന്ന് പറയുമ്പോൾ ഏതാണ്? M2. ഈ 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. G4, ഗാലക്ടോസ് 4, മാനോസ് 2, M2. ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യം ഇമ്മ്യൂണോളജിയിൽ നിന്ന് വരുന്നതാണ്, ബേസ്ഡ് ഓൺ ദി MHC. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സൈറ്റോടോക്സിക് T cell expresses. ഓപ്ഷൻസ് നോക്കുക: CD8 മാർക്കർ ആൻഡ് ക്ലാസ് 2 MHC restricted. ഓപ്ഷൻ ബി CD4 മാർക്കർ ആൻഡ് ക്ലാസ് 1 MHC restricted. ഓപ്ഷൻ സി CD4 മാർക്കർ ആൻഡ് ക്ലാസ് 2 MHC restricted. ഓപ്ഷൻ ഡി CD8 മാർക്കർ ആൻഡ് ക്ലാസ് 1 MHC restricted. ഇതിന്റെ ശരി ഉത്തരം നമുക്ക് നോക്കാം. സൈറ്റോടോക്സിക് T cell ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡയഗ്രാം നോക്കുക. 2 ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് നോക്കുക MHC ക്ലാസ് 1 ആണ്, മറ്റൊന്ന് MHC ക്ലാസ് 2. MHC ക്ലാസ് 1 നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന സൈറ്റോടോക്സിക് ഇവിടെ നോക്കുക T cell, സൈറ്റോടോക്സിക് T cell ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ മാർക്കർ എത്രയും CD8+ ആണ്. പക്ഷെ അതേസമയം MHC ക്ലാസ് 2 ആണെങ്കിലോ സൈറ്റോടോക്സിക് അല്ല, ഹെൽപ്പർ T cell ആണ്. ദെൻ സർഫസ് മാർക്കർ വിൽ ബി CD4+. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് നോക്കിക്കോളണം. MHC ക്ലാസ് 1 ആണെങ്കിൽ CD8+ ആയിരിക്കും സൈറ്റോടോക്സിക് T cell. ആൻഡ് MHC ക്ലാസ് 2 ആണെങ്കിൽ മാർക്കർ CD4+ ആയിരിക്കും. T cell വന്നിരിക്കുന്നത് ഹെൽപ്പർ T cell ആണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലുള്ളത് സൈറ്റോടോക്സിക് T cell ആണ്. സൈറ്റോടോക്സിക് T cell എന്ന് പറയുമ്പോൾ അവിടെ CD8+ഉം അതേപോലെ തന്നെ MHC ക്ലാസ് 1ഉം ആയിരിക്കും. ഇവിടെ നോക്കാം, 4th ഓപ്ഷൻ MHC1 കൊടുത്തിട്ടുണ്ട്, CD8 ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. CD8 മാർക്കർ ആൻഡ് ക്ലാസ് 1 MHC restricted. The next question, for the detection of protein, which of the following blotting technique is used? Option southern blotting, northern blotting, western blotting, all of these. സോ നമ്മുടെ പ്രധാനപ്പെട്ട 3 ബ്ലോട്ടിംഗ് ടെക്നിക്സ് ആണ് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. സദേൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻസ്, പ്രോട്ടീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലോട്ടിംഗ് ടെക്നിക് ഏതാണെന്നാണ് ചോദ്യം. ഓരോ ബ്ലോട്ടിംഗ് ടെക്നിക്കും എന്തിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെച്ചാൽ മതി. വളരെ ഈസിയാണ്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ നിങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ട് ഏത് DNA ആണോ അല്ലെങ്കിൽ RNA ആണോ, ദെൻ പ്രോട്ടീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണോ, ഏത് ബ്ലോട്ടിംഗ് ടെക്നിക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സദേൺ ബ്ലോട്ടിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് DNA. നോർത്തേൺ ബ്ലോട്ടിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് RNA. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് പ്രോട്ടീൻസ്. അല്ലെ, വളരെ എളുപ്പമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. പ്രൊസീജിയറും കൂടി നിങ്ങൾ നോക്കണം. സോ ഇവിടെ ശരി ഉത്തരം ഏതാണ്? 5ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഫ്രം ദി പാർത്തനോജെനസിസ്. ക്വസ്റ്റ്യൻ, when males are produced from unfertilized egg, it is termed as. പാർത്തനോജെനസിസിൽ വരുന്ന ഒരു ഭാഗമാണിത്. പാർത്തനോജെനസിസ് മീൻസ് അൺഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്ന് ഒരു ഓസ്പ്രിങ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അത് മെയിൽ ആകാം, ഫീമെയിൽ ആകാം. സോ ഓപ്ഷൻ നോക്കുക: ടെലിടോക്കി, ഡ്യൂട്രോടോക്കി, അർഹനോടോക്കി, ഓൾ ഓഫ് ദീസ്.
ചോദ്യം മെയിൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്. ഇറ്റ് ഈസ് ടേംഡ് ആസ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അർഹനോട്ടോക്കിയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഇപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, AM എന്ന് ഓർത്തിരുന്നാൽ മതിയാകും. അർഹനോട്ടോക്കി മെയിൽ. അൺഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്ന് മെയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ AM PM അങ്ങനെ ഓർത്ത് വയ്ക്കാമല്ലോ. സോ അങ്ങനെ AM ഓർത്ത് വയ്ക്കുക. അർഹനോട്ടോക്കി ആണെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്ന് മെയിൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആൻഡ് ഇൻ കേസ് ഇൻസ്റ്റെഡ് ഓഫ് മെയിൽ, ഇഫ് ഇറ്റ് ഈസ് ഫീമെയിൽ അൺഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്ന് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ ശരി ഉത്തരം ഏത് വന്നേനെ? ടെലിടോക്കി വന്നേനെ ഉത്തരമായിട്ട്. ഓക്കെ, മെയിൽ ആണെങ്കിൽ അർഹനോട്ടോക്കി, ഫീമെയിൽ ആണെങ്കിൽ ടെലിടോക്കി. ഡ്യൂട്രോട്ടോക്കി ആണെങ്കിലോ രണ്ടും ഫോം ചെയ്യാം, ഐദർ മെയിൽ ഓർ ഫീമെയിൽ. സോ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. അപ്പൊ ഇവിടെ നിങ്ങൾ ചോദ്യം പഠിക്കുമ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾസും കൂടി പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനറ്റിക്സിൽ നിന്നാണ് ഈ ചോദ്യം. ഫീനോടിപ്പിക് റേഷ്യോ ഓഫ് റെസസീവ് എപ്പിസ്റ്റാസിസ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 9:4:3, 12:3:1, 9:7, 15:1. ഇതിൽ ഫീനോടിപ്പിക് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, റെസസീവ് എപ്പിസ്റ്റാസിസ്. അതിന്റെ ശരി ഉത്തരം നോക്കാം. റെസസീവ് എപ്പിസ്റ്റാസിസ് ആണെങ്കിൽ ദ റേഷ്യോ വിൽ ബി 9:4:3. 9:3:4 എങ്ങനെ വന്നാലും കറക്റ്റ് തന്നെയാണ്. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സോ ഇവിടെ ചോദ്യം വന്നിരിക്കുന്ന റെസസീവ് എപ്പിസ്റ്റാസിസ് ആണ്. പക്ഷെ അത് മാത്രമല്ല, ബാക്കിയെല്ലാം നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് റെസസീവ് എപ്പിസ്റ്റാസിസ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഉണ്ട്. അതിന്റെ എല്ലാം ഫീനോടൈപ്പിക് റേഷ്യോ പഠിച്ചു വെക്കാം. ഇതിന്റെ എല്ലാം ബേസ് ഒന്നാണ്. ബിക്കോസ് നമുക്കൊരു ഡൈഹൈബ്രിഡ് റേഷ്യോ അറിയാലോ. എത്രയാണ് ഡൈഹൈബ്രിഡ് റേഷ്യോ? 9:3:1. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടുന്നതാണ്. സോ ഇവിടെ നോക്കാം, റെസസീവ് എപ്പിസ്റ്റാസിസ് ആണെങ്കിൽ ഇവിടെ 9:4:3 ആണ്. അപ്പൊ 9 ഉണ്ട്, 3 ഉണ്ട്. ഈ ലാസ്റ്റ് രണ്ടും അങ്ങ് ആഡ് ചെയ്താൽ മതി. 9:4:3 അല്ലെങ്കിൽ 9:3:4 നമുക്ക് അവിടെ ഉത്തരം കിട്ടുമല്ലോ. ഇനി അടുത്ത നോക്കാം, ഡോമിനന്റ് എപ്പിസ്റ്റാസിസ്. ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് എത്രയാണ്? 12:3:1. അപ്പൊ ഡോമിനന്റ് വരുമ്പോ ആദ്യത്തെ രണ്ടെണ്ണം അങ്ങ് ആഡ് ചെയ്യുക. അപ്പൊ 3 കിട്ടും. 12:3:1 നമുക്ക് അവിടെ ലഭിച്ചു. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡോമിനന്റ് ആണെങ്കിലോ ആദ്യത്തെ 3 അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ 15:1 നമുക്ക് അവിടെ ലഭിച്ചു. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റെസസീവ് ആണെങ്കിൽ അവസാനത്തെ 3 അങ്ങ് ആഡ് ചെയ്യുക. സോ 9:7 അവിടെ ലഭിച്ചു. അപ്പൊ ഇങ്ങനെയാണത് പഠിക്കേണ്ടത്. അപ്പൊ ബൈ ഹാർട്ട് ആക്കിയില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നതാണ്. 9:3:1 അങ്ങ് ആലോചിച്ചാൽ മതി. സോ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? റെസസീവ് എപ്പിസ്റ്റാസിസ് ചോദിച്ചേക്കുന്നതുകൊണ്ട് അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ എത്ര? 9:4:3. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. Trisomy condition at 21st chromosome is known as. Options: Down syndrome, Edwards syndrome, Patau syndrome, Credut-Chat syndrome. ഇതും പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പൊ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ട്രൈസോമി കണ്ടീഷൻ അറ്റ് 21st ക്രോമോസോം എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻ എ ആണ്. ഡൗൺ സിൻഡ്രോം ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു രീതിയിൽ ക്രോമോസോം നമ്പർ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഇതിന്റെ സിംറ്റംസ് ചോദിക്കാറുള്ളത്. സോ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അത് 21st ക്രോമോസോമിലെ ട്രൈസോമി കണ്ടീഷൻ ആണ്. അതേപോലെ തന്നെ ട്രൈസോമി കണ്ടീഷൻ അറ്റ് 18th ക്രോമോസോം ആണ് എഡ്വേർഡ് സിൻഡ്രോം. പറ്റാവു സിൻഡ്രോം എന്ന് പറയുമ്പോൾ ട്രൈസോമി കണ്ടീഷൻ അറ്റ് 13th ക്രോമോസോം. ക്രിഡുചാറ്റ് ആണെങ്കിൽ അതെന്താണ്? അത് 5th ക്രോമോസോം അവിടെ ഒരു ഭാഗം ഡിലീറ്റഡ് ആവുന്നതാണ് അല്ലെ. 5th ക്രോമോസോമിൽ അവിടെ ഡിലീഷൻ സംഭവിക്കുമ്പോഴാണ് ക്രിഡുചാറ്റ് സിൻഡ്രോം വരുന്നത്. സോ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമോലോഗസ് ഓർഗൻസ് ആർ. സോ എവല്യൂഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. Option A, similar in origin but dissimilar in function. Option B, similar in origin and similar in function. Option C, dissimilar in origin and similar in function. Option D, dissimilar in origin but dissimilar in function. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാം ശ്രദ്ധിക്കുക. അപ്പൊ അതില് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ ലിസാർഡ്, ബേർഡ്, ഹ്യൂമൻ, വെയിൽ, ഇവരുടെ എല്ലാം 4 ലിംബിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, സ്ട്രക്ചർ സിമിലർ ആണ്, ബട്ട് 4 പേരുടെ ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. ബേർഡ്സ് എന്ന് പറയുമ്പോൾ ഏരിയൽ ആണ്, ഫ്ലൈയിങ് ആണ്.
വെയിൽ എന്ന് പറയുമ്പോൾ അത് അക്വാട്ടിക് ആണ്, സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹ്യൂമണും ലിസാർഡും കൊടുത്തിട്ടുണ്ട്. 4 പേരുടെയും ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്, പക്ഷെ ഇവർക്കെല്ലാം സിമിലർ സ്ട്രക്ചർ ആണ്. സോ അതാണ് ഒരു ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. സിമിലർ ഇൻ ഒറിജിൻ ആണ്, പക്ഷെ ഫംഗ്ഷൻ ഡിസിമിലർ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? സിമിലർ ഇൻ ഒറിജിൻ ആവുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ദേ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. ഇവരുടെ എല്ലാം ആൻസെസ്റ്റർ സെയിം ആയതുകൊണ്ടാണ് ഒറിജിൻ സിമിലർ വരുന്നത്, അല്ലെ സിമിലർ സ്ട്രക്ചർ വരുന്നത്. പക്ഷെ ഫംഗ്ഷൻ അവരേത് ഹാബിറ്റാറ്റിലാണോ അതനുസരിച്ചിട്ട് അവരുടെ ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹോമോലോഗസ് ഓർഗൻസിന് പകരം അവിടെ അനലോഗസ് ഓർഗൻസ് വരാം. അപ്പൊ അവിടെ എക്സാമ്പിൾ നോക്കാം. വെയിൽ കൊടുത്തിട്ടുണ്ട്, ടേർട്ടിൽ, ഫിഷ് ആൻഡ് പെൻഗ്വിൻ. ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് സ്ട്രക്ചർ. പക്ഷെ അവരുടെ എല്ലാം ഫംഗ്ഷൻ സിമിലർ ആണ്. ബിക്കോസ് ഈ 4 പേരും അക്വാട്ടിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ സിമിലർ ആണ്, ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്. ഡിഫറെന്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ആൻസെസ്റ്റർ അവിടെ ഒരു കോമൺ ആൻസെസ്റ്റർ വരുന്നില്ല. സോ നമ്മുടെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതാണ്? ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒറിജിൻ സിമിലർ ആയിരിക്കും, പക്ഷെ ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇതിന് പകരം അനലോഗസ് ഓർഗൻ ആയിരുന്നെങ്കിലോ ഒറിജിൻ സിമിലർ ആകൂ? അല്ല. അനലോഗസ് ഓർഗൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസിമിലർ ആയിരിക്കും ഒറിജിൻ. കോമൺ ആൻസെസ്റ്റർ അവിടെ ഇല്ല, പക്ഷെ അവരുടെ ഫംഗ്ഷൻ സിമിലർ ആയിരിക്കും. ക്വസ്റ്റ്യൻ: റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിത്ത് fewer than 60 beats per minute is. പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഓപ്ഷൻ ബ്രാഡിക്കാർഡിയ, ടാച്ചിക്കാർഡിയ, ഫൈബ്രിലേഷൻ, നൺ ഓഫ് ദീസ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കാം. അപ്പൊ ഇതിൽ ടാച്ചിക്കാർഡിയ നോക്കിയേ, വളരെ കൂടുതലായിട്ടല്ല കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ബീറ്റ് കൂടുതലാണ്. ബ്രാഡിക്കാർഡിയ എന്ന് പറയുമ്പോൾ കുറവാണ്. സോ നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? fewer than 60 beats per minute. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി, ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാലോ ശരി ഉത്തരം ഏതാ? ബ്രാഡിക്കാർഡിയ. ഈ ചോദ്യം തന്നെ ഇൻസ്റ്റെഡ് ഓഫ് fewer than 60 beats per minute ഇവിടെ ഇപ്പൊ more than 100 അല്ലെങ്കിൽ 100 ഒക്കെ ആയിരുന്നു ചോദ്യമെങ്കിൽ ഉത്തരം ഏത് വന്നേനെ? അവിടെ ടാച്ചിക്കാർഡിയ വന്നേനെ. അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവാണ്, അല്ലെ? ബി അല്ലെ ആൽഫബറ്റ്സിൽ ആദ്യം വേണ്ടത്. ബി കുറവാണ്, അതേപോലെ തന്നെ ടി കൂടുതലാണ്. അങ്ങനെ ഓർത്താൽ മതി. നോർമൽ ബീറ്റിനേക്കാളും കൂടുതലും കുറവും. ടാച്ചിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേംസ് ഏതെങ്കിലും ഒന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ചോദ്യം എക്കോളജിക്കൽ റൂൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചോദ്യം നോക്കുക. ജനറൽ ഇൻക്രീസ് ഇൻ ആവറേജ് ബോഡി മാസ് ഓഫ് ആനിമൽ പോപ്പുലേഷൻ വിത്തിൻ എ സ്പീഷീസ് വിത്ത് ലാറ്റിറ്റ്യൂഡ് ഇസ് നോൺ ആസ്. ഓപ്ഷൻ അലൻസ് റൂൾ, ബർഗ്മാൻസ് റൂൾ, അലി എഫക്ട്, ഹാമിൽട്ടൺസ് റൂൾ. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബർഗ്മാൻസ് റൂൾ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത് വളരെ എളുപ്പമാണ്. മാത്രമല്ല എക്കോളജിക്കൽ റൂളൊക്കെ സ്ഥിരമായിട്ട് സെറ്റിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഡയഗ്രാമിൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും. ബർഗ്മാൻസ് റൂൾ നോക്കുക. ഇവിടെ ബേർഡ് കൊടുത്തിട്ടുണ്ട്, വാം ഏരിയ, അതേപോലെ തന്നെ കോൾഡ് ഏരിയ. 2 കണ്ടീഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വാം ഏരിയ, അതേപോലെ തന്നെ കോൾഡ് ഏരിയ. ഇതിലെ ബേർഡ് വാം ഏരിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സൈസ് കുറവാണ്, കോൾഡ് ഏരിയയിലേക്ക് പോകുന്നതോടെ സൈസ് കൂടി. അത് തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇൻക്രീസ് ഇൻ ആവറേജ് ബോഡി മാസ് ഓഫ് ആനിമൽ പോപ്പുലേഷൻ വിത്തിൻ എ സ്പീഷീസ് വിത്ത് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് കൂടുന്തോറും അവരുടെ ബോഡി മാസ് കൂടുന്നു. ദാറ്റ് ഇസ് ബർഗ്മാൻസ് റൂൾ. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് റൂൾ അലൻസ് റൂൾ ആണ്. അലൻസ് റൂൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന റാബിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇവരുടെ ബോഡി എസ്റ്റിമിറ്റി ആണ്. ബോഡി എസ്റ്റിമിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഇവരുടെ ആ ഒരു ഇയർ നോക്കുക, ചെവി. ഇതിൽ നോക്കിയ സൈസ് വലുതാണ്, ഇതൊരു സൈസ് കുറഞ്ഞു. അപ്പൊ ഇവിടെ സൈസ് വീണ്ടും കുറഞ്ഞു. കോൾഡ് ഏരിയ, അതേപോലെ തന്നെ വാം ഏരിയ. അലൻസ് റൂൾ പറയുന്നത് ബോഡി മാസ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ പറയുന്നത് ഏതാണ്? ബോഡി എസ്റ്റിമിറ്റീസ് ആണ്. ബോഡി എസ്റ്റിമിറ്റീസിന് ഒരു ഉദാഹരണമാണ് ഈ ഇയർ വരുന്നത്. ബോഡി എസ്റ്റിമിറ്റീസ് നോക്കിയേ, കോൾഡർ ഏരിയാസിൽ കുറവാണ്, അതേപോലെ തന്നെ വാം ഏരിയസിലേക്ക് വരുന്നവരെ സെയിം സ്പീഷീസിന്റെ തന്നെ ബോഡി എസ്റ്റിമേറ്റിന്റെ സൈസ് കൂടും. ദാറ്റ് ഈസ് അലൻസ് റൂൾ. എക്കോളജിക്കൽ റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകം എല്ലാവരും എല്ലാ റൂൾസും പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആനിമൽ ഡൈവേഴ്സിറ്റി നോൺ കോർഡേറ്റ് എന്ന് വരുന്ന ഒരു ഭാഗമാണ്. മാച്ച് ദ ഫോളോയിങ് ലാർവൽ ഫോംസ് വിത്ത് ഫൈല ദാറ്റ് ദേ ഒക്കർ ഇൻ. ലാർവ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റെസ്പെക്റ്റീവ് ഫൈലത്തിനോട് മാച്ച് ചെയ്യണം. സോ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ലാർവയും അവരുടെ ഫൈലവും ചോദ്യം വരാറുണ്ട്. ലാർവ കൊടുത്തിരിക്കുന്ന ആംഫിബ്ലാസ്റ്റുല, നൗക്ലിയസ്, ക്ലോച്ചീഡിയം, പൈപ്പിനേരിയ. ഫൈലം മൊളസ്ക, എക്കൈനോഡെർമേറ്റ, പോറിഫറ, ആർത്രോപോഡ, അന്നലിഡ. ഇതിൽ നമുക്ക് നോക്കാം. ആംഫിബ്ലാസ്റ്റുല എന്ന് പറയുമ്പോഴേക്കും അതിന്റെ
ഫൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോറിഫെറ ആണ് ശരി ഉത്തരം. നൗക്ലിയസ് ആണെങ്കിലോ ഇറ്റ് ഈസ് ദി ലാർവൽ ഫോം ഓഫ് ആർത്രോപോഡ. ക്ലോച്ചിഡിയം larval form of phylum mollusca. Bipinnaria ആണെങ്കിലോ ബൈപ്പിനേരിയ ഇറ്റ് ഈസ് ദി ലാർവൽ ഫോം ഓഫ് ഫൈലം എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റയുടെ പ്രത്യേകത അവിടെ ക്ലാസ്സസ് ഓരോ ക്ലാസ്സസിലും സെപ്പറേറ്റ് ആയിട്ട് ലാർവൽ ഫോംസ് ഉണ്ട്, കോമൺ ആയിട്ടല്ല. ഓരോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിനും ലാർവൽ ഫോംസ് വ്യത്യാസമുണ്ട്. അപ്പൊ അതെല്ലാം ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? A3. A3 തന്നെ അവിടെ ഒരു ഉത്തരം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ശരി ഉത്തരം ഏതാണ്? ഫസ്റ്റ് വൺ A3, P4, C1 and D2. Next question. Developmental biology എന്നാണ്. Which type of blastula is seen in insect? ഇൻസെക്റ്റിൽ കാണുന്ന ബ്ലാസ്റ്റുല ടൈപ്പ് ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, DB-യില് ബ്ലാസ്റ്റുല ടൈപ്സ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഓപ്ഷൻ സിയിലോ ബ്ലാസ്റ്റുല, ഓപ്ഷൻ ബി സ്റ്റീരിയോ ബ്ലാസ്റ്റുല, ഓപ്ഷൻ സി ഡിസ്കോ ബ്ലാസ്റ്റുല ആൻഡ് ഓപ്ഷൻ ഡി പെരിബ്ലാസ്റ്റുല. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി പെരിബ്ലാസ്റ്റുല is the right answer. The next question. A gene influences two or more seemingly unrelated phenotypic trait is termed as. അതായത് ഒരു ജീൻ തന്നെ മൾട്ടിപ്പിൾ ട്രേറ്റ്സ്, അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫിനോട്ടിപ്പിക് ട്രേറ്റ്സിനെ ഒരു സിംഗിൾ ജീൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. A gene influences two or more seemingly unrelated phenotypic trait is termed as. Option A pseudogene, option B codominant, option C pleiotropic and option D cryptic genes. ഇതും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി പ്ലിയോട്രോപ്പിക് ആണ് ശരി ഉത്തരം. The next question is from biostat. The problem ആണ് the sum of squares of deviation for 10 observation taken from mean 50 is 250, then the coefficient of variation is. So coefficient of variation കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് CV, that is standard deviation by mean into 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന നോക്കുക. ചോദ്യത്തില് ഇവിടെ മീൻ തന്നിട്ടുണ്ട്. മീൻ ഈസ് 50. സോ മീൻ നമുക്ക് ലഭിച്ചു, ദാറ്റ് ഈസ് 50 ആണ്. ഇനി നമുക്ക് ലഭിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫോർ 10 ഒബ്സർവേഷൻ ടേക്കൻ ഫ്രം മീൻ 50 ഈസ് 250. ഇപ്പൊ ഡീവിയേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ equal to root of ചോദ്യത്തിൽ തന്നിരിക്കുന്ന 250 divided by 10. സോ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് റൂട്ട് ഓഫ് 25, ദാറ്റ് ഈസ് 5 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ലഭിക്കുന്നത്. അത് ഇനി ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് 5 divided by mean is 50 into 100. അവിടെ നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുന്ന എത്രയാണ്? 10% ആണ് ശരി ഉത്തരം. സോ ഹിയർ ദ റൈറ്റ് ആൻസർ. ശരി ഉത്തരം ഏതാണ്? Option C and 10% is the right answer. The next question. A phase contrast microscope is used to option localize cell structures stained with fluorochromes. Option B to study cells and their components in a living state using a phase difference in light rays. Option C for increasing resolving power and option D for obtaining X-ray diffraction pattern of DNA. So ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി is the right answer. To study the cells and their components in living state. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ലൈവ് സ്റ്റേറ്റില്, ലിവിംഗ് സ്റ്റേറ്റില് സ്റ്റെയിൻ ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ലൈവ് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും യൂസിംഗ് ഫേസ് ഡിഫറൻസ് ഇൻ ലൈറ്റ് റേസ്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. 17. Comprehensive database which gives information about ongoing genome project worldwide. DDBJ, ORF, GOLD, KEGG. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. GOLD. GOLDയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് ജീനോമിക്സ് ഓൺലൈൻ ഡാറ്റാബേസ്.